ഉമ്മ നാത്തൂൻ്റെ വീട്ടിലാണല്ലോ, അപ്പം ഞങ്ങൾ വിചാരിച്ച് അങ്ങോട്ട് പോകാമെന്ന്. എൻ്റെ വീട്ടിൽ നിന്ന് വന്നതിൻ്റെ അന്നത്തെ ദിവസം രാത്രിയാണ് കേട്ടോ നമ്മൾ പോണത്. ആരോടും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ചെല്ലുമെന്നുള്ളത്. പിറ്റേ ദിവസം ചെല്ലുമെന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചെറുതായിട്ടൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പോണ വഴി പിള്ളേർക്ക് മിഠായി വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ പോണത്. മിഠായി ഇല്ല ചെന്ന അസുഖം ഞങ്ങളെ വീട്ടിൻ്റെ അകത്ത് കയറ്റത്തില്ല. ഞങ്ങൾ എത്തിയപ്പോൾ ഏകദേശം 10:30 ആയപ്പോൾ എല്ലാവരും കിടന്നിട്ടുണ്ടായിരുന്നു. കൊച്ചു മാത്രം ഈ റൂമിലിരുന്ന് പഠിക്കുമായിരുന്നു. അവനെ ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കാൻ നോക്കിയതാണ്, പക്ഷെ നടന്നില്ല. വണ്ടി കണ്ട് മണ്ടനാണ്. ഡ്രസ്സില്ല അപ്പൊ നമ്മൾ പൊത്തി പിടിക്കല്ലാതെ വേറെ ഓപ്ഷൻ ഇതില്. മുടി എന്താക്കാനാ പോണേ? റെഡി? ഇത്ര എക്സ്പ്രഷൻ നീ അല്ലേ ഇത് വേണ്ടെന്ന് പറഞ്ഞത്, എന്നിട്ട് എന്തിനാ ഇട്ടോണ്ട് നടക്കുന്നേ? പക്ഷെ ഇട്ടിട്ട് നല്ല രസമുണ്ട്. ഞാൻ കറുപ്പാന്നാ എഴുതിക്കുന്നത്. ഇത് ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അല്ലുവിനും അസുഖക്കും ഡെയിലി വെയർ ആയിട്ട് ഇടാൻ 2-3 ഡ്രസ്സ് എടുത്തായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നിട്ട് കിടന്നുറങ്ങി വരെ കുത്തി പൊക്കി എണീപ്പിച്ചേട്ടാ. അല്ലുമോള് ജസ്റ്റ് ഒന്ന് എണീറ്റ് വന്നിട്ട് അപ്പം തന്നെ പോയി കിടന്നുറങ്ങി. നമുക്ക് രാവിലെ മദ്രസയിൽ പോകാൻ നേരത്തെ എണീക്കുന്നതുകൊണ്ട് ആൾ നേരത്തെ കിടന്നുറങ്ങും കേട്ടോ. പിന്നെ അസുവായി ഞാനും കൂടെ ഉള്ള ഓരോരോ പ്രഹസനങ്ങളായിരുന്നു. ഫോൺ എടുത്ത് വീഡിയോ എടുക്കുന്നുണ്ട്. അസുവാൻ്റെ നാച്ചുറാലിറ്റി ഒക്കെ പോകും കേട്ടോ. ആള് എനിക്കറിയത്തില്ല, എന്തോ നാച്ചുറലായിട്ടുള്ള ഫീലിങ്സ് ഒന്നും ആൾ ഇടത്തില്ല. ആൾക്ക് മനസ്സിലായി വീഡിയോ എടുക്കുവാണ്, അപ്പോൾ കുറച്ച് അഭിനയിച്ചേക്കാന്ന് പറഞ്ഞ് അങ്ങനെ നാണത്തോടെ നിൽക്കും. ഉച്ചക്ക് നമുക്ക് കല്യാണം ഉണ്ടായിരുന്നല്ലോ. കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേ നമ്മൾ നടന്ന് കഴിച്ചായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ വിശപ്പില്ലായിരുന്നു കേട്ടോ. പിന്നെ മീൻകറിയും മീൻ പൊരിച്ചൊക്കെ കണ്ടപ്പോൾ കുറച്ച് ചോറ് തിന്നേക്കാന്ന് ഓർത്ത്. ഞങ്ങൾ ഫുഡ് കാണത്തില്ലെന്ന് ഓർത്താണ് വന്നത്. പക്ഷേ ഇവിടെ ഫുഡ് ബാക്കിയുണ്ടായിരുന്നു. കാരണം നമ്മൾ പറയാതെ വരുന്നതുകൊണ്ട് പച്ചവെള്ളം പോലും കിട്ടില്ല എന്നുള്ളൊരു മൈൻഡിലാണ് വന്നത്. ഫുഡ് ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ പിന്നെ കുറച്ചത് കഴിച്ച്, പിന്നെ അത് ബീട്രൂട്ട് അച്ചാറാട്ടോ എൻ്റെ അടുത്തിരിക്കുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇനി ഞങ്ങൾ നാളെ ഒരു ദിവസം കൂടെ നിന്നിട്ട് പിറ്റേ ദിവസമായിരിക്കും തിരിച്ചങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇനി ഇവിടുത്തെ വീഡിയോസ് ആയിട്ട് കാണാം.